ഇന്ന് തന്നെയാണ് അതിജീവിതയായിട്ടുള്ള സിസ്റ്റർ കൂടി ഇന്ന് ആദ്യമായി മുന്നോട്ട് വരാനൊരു താല്പര്യം കാണിക്കുകയും പറയുകയും ചെയ്തത്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആണോ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തികച്ചും ഒരു അത്ഭുതമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ സിസ്റ്റർ ഇതുവരെ വളരെ സൈലൻ്റായിട്ടിരുന്ന സിസ്റ്റർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നിസ്സഹായമായിപ്പോയ ആ ഒരു സ്ത്രീ വീണ്ടും ഒരു തേജസ്സോടെ ഉണർന്നു വന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ആരാണ് തന്നെ ചൂഷണം ചെയ്ത് എങ്ങനെയാണ് അതിനൊക്കെ വിധേയപ്പെട്ടത് എന്ന് പറയാനൊരു ചങ്കൂറ്റം കാണിച്ച ആ ദിവസവും ആ സിസ്റ്ററിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോൾ നേരിടേണ്ടി വന്ന അനീതികൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെ എൻറോൾമെൻറ്റ് വരെ എത്തേണ്ടി വന്ന എനിക്കും ഒരുമിച്ച് ഒരേ ദിവസം ഇത് സിസ്റ്ററിൻ്റെയും തന്നെ ഒരു എൻറോൾമെൻറ്റ് എന്ന് വേണേൽ പറയാം. സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസമാണിന്ന്. ഒരു എൻറോൾമെൻറ്റ് ടു ദ സൊസൈറ്റി അബൌട്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ, അതിനെക്കുറിച്ച് പറയാനുള്ള ചങ്കൂറ്റം. സിസ്റ്ററിന് ഒരു ബിഗ് സല്യൂട്ട്. സിസ്റ്ററും ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഒരു വക്കീലായിട്ട് നിയമപരമായി വന്നില്ലെങ്കിലും സിസ്റ്ററിനും ശോഭിക്കാൻ സാധിക്കട്ടെ, സംസാരിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും തങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഈ ദിവസത്തെ അങ്ങനെ ഒരു ബന്ധിപ്പിക്കാൻ ഈ പ്രപഞ്ചം ഇടയാക്കി. നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ അതിജീവിതകൾക്ക് വേണ്ടിയും ഇനി സിസ്റ്ററും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. എന്നാലേ എനിക്ക് ശരിക്കും ശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇപ്പോൾ ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുണ്ട്, അല്ലാത്തവർക്ക് സ്വാഭാവികമായി നീതി ലഭിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവർക്കൊക്കെ നീതി നഷ്ടപ്പെട്ടാൽ അവർക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ അല്ലാത്തവരെ സംബന്ധിച്ചാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുള്ളൊരു ചോര ഇപ്പോഴും ഈ ശരീരത്തിൽ ഉണ്ട്, മനസ്സുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുള്ള ഒരു പ്രവർത്തനം, എളിയ പ്രവർത്തനം ഞാനും ഈ നീതിന്യായ സമൂഹത്തിലുള്ള സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ